ഹലോ എവരിബഡി, വെൽക്കം ടു ഡെൻറ്റ് ഈസി വിത്ത് MJ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്ട്രിൻസിക് മസിൽസ് ഓഫ് ടങ്ങിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോണത്. നമ്മുടെ കുഹാസിൻ്റെ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാംസിലൊക്കെ ഒരുപാട് പ്രാവശ്യം 5 മാർക്സിനും 3 മാർക്സിനൊക്കെ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യനാണ് ഈ എക്സ്ട്രിൻസിക് മസിൽസ് ഓഫ് ടങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഉറപ്പായിട്ടും 5 മാർക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചിത്രം വരയ്ക്കാൻ മറക്കരുത്. ചിത്രം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതിയാലും നമുക്ക് ആ ചിത്രം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനാട്ടമിയിൽ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ വൈകാണ്ട് തന്നെ നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് കടക്കാം. അപ്പോൾ എക്സ്ട്രിൻസിക് മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ടങ്ങിൻ്റെ പുറത്ത് കാണുന്ന മസിൽസാണ്. ഇത് നമ്മുടെ ടങ്ങിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്പീച്ച്, അതുപോലെ തന്നെ മാസ്റ്റിഗേഷൻ, സ്വോളോയിങ്, ഇത്തരത്തിലുള്ള വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ഈ പറഞ്ഞ എക്സ്ട്രിൻസിക് മസിലുകളായിരിക്കും. ഇനി നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിക്കേ, നമുക്ക് 4 മസിലുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ജീനിയോഗ്ലോസസ്, പാലറ്റോഗ്ലോസസ്, സ്റ്റൈലോഗ്ലോസസ് ആൻഡ് ഹയോഗ്ലോസസ്. അപ്പോൾ 4 മസിലുകളാണ് മെയിനായിട്ട് എക്സ്ട്രിൻസിക് മസിൽസ് ഓഫ് ടങ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഒറിജിൻ, ഇൻസേർഷൻ, അതിൻ്റെ ആക്ഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് മെയിൻലി നമ്മൾ എക്സ്ട്രിൻസിക് മസിലിനെ കുറിച്ചിട്ട് ഉൾപ്പെടുത്തേണ്ടത്. എന്താണ്, എവിടെ നിന്നാണ് അവർ ഒറിജിൻ ചെയ്യുന്നത്, എങ്ങോട്ടാണ് അവർ ഇൻസേർട്ട് ചെയ്യുന്നത്, എന്താണ് അവരുടെ ആക്ഷൻ, എന്താണ് നമ്മളോട് ഇവിടെ പഠിക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോണത് ജീനിയോഗ്ലോസസിനെ കുറിച്ചിട്ടാണ്. ജീനിയോഗ്ലോസസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫാൻ ഷേപ്ഡ് ആയിട്ടുള്ള മസിലാണ്. നേരത്തെ നിങ്ങൾ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും, ഒരു ഫാൻ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മസിലാണ് ഈ ജീനിയോഗ്ലോസസ് എന്ന് പറയുന്നത്. ഇനി ഇവർ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ജീനിയൽ ട്യൂബർക്കിളിൽ നിന്നുമാണ് ഇവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മാൻഡിബിളിൻ്റെ ലിംഗ്വൽ സർഫസിലായിട്ടാണ് ഈ പറയുന്ന ജീനിയൽ സുപ്പീരിയർ ജീനിയൽ ട്യൂബർക്കിൾ കാണുന്നത്. നമ്മുടെ മിഡ് ലൈൻ ഓഫ് ദ മാൻഡിബിളിലായിട്ടാണ് മെയിൻലി ഇവരുടെ ഒരു പൊസിഷൻ വരുന്നത്. ഇവരൊരു ചെറിയ ബോണി പ്രൊജക്ഷൻസ് ആയിരിക്കും. അപ്പോൾ ജീനിയോഗ്ലോസസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് സുപ്പീരിയർ ജീനിയൽ ട്യൂബർക്കിൾ എന്നാണ്. പേരിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ജീനിയോഗ്ലോസസ്, സുപ്പീരിയർ ജീനിയൽ ട്യൂബർക്കിൾ. ഇനി ഇവരെങ്ങോട്ടാണ് ഇൻസേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഹോൾ ഓഫ് ദ ടങ്ങിലേക്കും ഹയോയിഡ് ബോണിലേക്കുമാണ് ഇവർ മെയിൻലി ഇൻസേർട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന മാൻഡിബിളിൻ്റെ ചിത്രത്തിൽ നമ്മൾ താഴെ ഇങ്ങനെയാണ് ഒരു വൈറ്റ് കളറിൽ നേരെ മാർക്ക് ചെയ്തിരുന്നു. താഴെ കാണുന്നതാണ് നമ്മുടെ സുപ്പീരിയർ ജീനിയൽ ട്യൂബർക്കിൾ. അവരെ നമ്മൾ മെൻ്റൽ സ്പൈനുകൾ എന്ന പേരിൽ വിളിക്കുന്നുണ്ട്. 2 ടൈപ്പ് ജീനിയൽ ട്യൂബർക്കിളാണുള്ളത്. ഒന്ന് സുപ്പീരിയറും ഇൻഫീരിയർ ആയിട്ടുള്ള ജീനിയൽ ട്യൂബർക്കിളാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് മെയിൻലി നമ്മുടെ ജീനിയോഗ്ലോസസിൻ്റെ ഒറിജിനേഷൻ വരുന്നത്. എന്നിട്ട് നേരെ നമ്മുടെ ടങ്കിലേക്കും ഹയോയിഡ് ബോണിലേക്കുമാണ് ഇവർ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ഇവരുടെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത് ടങ്ങിനെ പ്രൊട്രൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിത്രത്തിൽ കണ്ട പോലെ ടങ്ങിനെ പ്രൊട്രൂഡ് ചെയ്യുന്നതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ മസിലിനെ കുറിച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഹയോഗ്ലോസസ്. ഈ ഹയോഗ്ലോസസ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആയിട്ടുള്ള ഷേപ്പ് ഉള്ള പോലെ തന്നെ ഒരു ക്വാഡ്രിലാറ്ററൽ ആയിട്ടൊരു മസിലാണ് നമ്മുടെ ഹയോഗ്ലോസസ് എന്ന് പറയുന്നത്. ഇതിൽ പച്ച കളറിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന മസിലാണ് ഹയോഗ്ലോസസ്. ഈ ഹയോഗ്ലോസസിൻ്റെ ഒറിജിൻ നമ്മൾ പറയാൻ പോണത് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഹയോയിഡ് ബോണാണ്. ഈ ഹയോയിഡ് ബോണിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഗ്രേറ്റർ കോണും ലെസ്സർ കോണും. ഞാനവിടെ നമ്മുടെ മാർക്ക് ചെയ്തതാണ് ഗ്രേറ്റർ കോണും ലെസ്സർ കോണും. നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഹയോയിഡ് ബോൺ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹയോയിഡ് ബോണിൻ്റെ ഗ്രേറ്റർ കോണുവിൽ നിന്നും അതുപോലെ തന്നെ അഡ്ജസൻ്റ് ആയിട്ടുള്ള പാർട്ട് ഓഫ് ഹയോയിഡിൽ നിന്നുമാണ് നമ്മുടെ ഈ ഹയോഗ്ലോസസ് ഒറിജിൻ ചെയ്യുന്നത്. പേരിൽ തന്നെ ഉണ്ട് ഹയോഗ്ലോസസ്, ഗ്രേറ്റർ കോൺ ഓഫ് ഹയോയിഡ് ബോൺ. ഇനി ഇവർ നമ്മുടെ ടങ്ങിൻ്റെ സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവരുടെ ആക്ഷൻ പറയാം. മെയിൻലി ഡിപ്രഷൻ ഓഫ് ടങ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടങ്ങിനെ ഉള്ളിലേക്ക് ആക്കുക, അങ്ങനെയുള്ള മൂവ്മെൻറ്റുകളെയാണ് നമ്മൾ ഡിപ്രഷൻ ഓഫ് ടങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺവെക്സ് ആക്കുക, നമ്മുടെ ഡോർസൽ സർഫസിനെ കോൺവെക്സ് ആക്കുക. ഇതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റൈലോഗ്ലോസസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റൈലോഗ്ലോസസ് എന്ന് പറയുന്നത് ഇവർ ഒറിജിനേറ്റ് ചെയ്യുന്ന നമ്മുടെ സ്റ്റൈലോയിഡ് പ്രോസസ്സിൽ നിന്നുമാണ്. അപ്പോൾ പേരിൽ തന്നെ സ്റ്റൈലോയിഡ് പ്രോസസ്സിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യണു. ഇനി ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ ടങ്ങിൻ്റെ സൈഡിലേക്കായിരിക്കും. മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടങ്ങിനെ ഡ്രോ ദ സൈഡ് ഓഫ് ദ ടങ് അപ്വേർഡ് ആൻഡ് ബാക്ക്വേർഡ്. ഇതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് ആണ് പാലറ്റോഗ്ലോസസ്. നമ്മുടെ പാലറ്റിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മൾ മെയിൻലി കാണുന്നത്. അപ്പോൾ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓറൽ സർഫസ്
ആൻഡ് പാലറ്റിൻ അപ്പോന്യൂറസിസ് ഓഫ് പാലറ്റിൽ നിന്നുമാണ് ഇവർ മെയിൻലി ഒറിജിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ടങ്കിൻ്റെ സൈഡിലേക്കാണ് ഇവരുടെ ഇൻസേർഷൻ. മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടങ്കിൻ്റെ റൂട്ടിനെ പുൾ ചെയ്യാവുന്നതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ. അതുപോലെ തന്നെ അപ്രോക്സിമേറ്റ് പാലറ്റോഗ്ലോസൽ ആർച്ചസ്. അപ്പോൾ ഇതാണ് മെയിൻലി ജീനിയോഗ്ലോസസ്, ഹയോഗ്ലോസസ്, സ്റ്റൈലോഗ്ലോസസ്, പാലറ്റോഗ്ലോസസ്. 4 മസിലുകളാണ്. ഒറിജിനെ കുറിച്ച് പറയാം, ഇൻസേർഷനെ കുറിച്ച് പറയാം, ആക്ഷനെ കുറിച്ചിട്ടും പറയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മുഴുവൻ മാർക്കും കിട്ടുന്നതായിരിക്കും. ഒപ്പം ചിത്രം വരയ്ക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റു ടോപ്പിക്കുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് നിരഞ്ജന സൈനിങ് ഓഫ്.